വയനാടൻ ചുരം എന്നും ഒരു ഹരമാണല്ലോ. വയനാടൻ ചുരത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോകളിലൂടെ ഇനി സംസാരിക്കാം. എത്ര കണ്ടാലും ഈ കാഴ്ചകളൊന്നും പുതിയതാണല്ലോ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായി കടുവാസിൻ്റെ ആനക്കമ്പിൽ യാത്ര. കോഴിക്കോട് ജില്ലയിലെ വയനാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആനക്കമ്പിൽ. ഇവിടെ നിന്നാണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാത നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് അവിടെ എൻ്റെ പെങ്ങളുടെ ഭവന നിർമ്മാണത്തിനായി പോയപ്പോൾ ഈ പുഴ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. ഒരു രാത്രി 10:45 അവസാന ബസ്സിൽ തിരുവമ്പാടിയിൽ നിന്നും ആനക്കമ്പയിലേക്ക് കയറി. വഴി മനസ്സിലാകാതെ ഇറങ്ങേണ്ട സ്ഥലത്തിന് മുൻപേ ഉള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. എങ്ങും ഇരുട്ട് മാത്രം, കയ്യിൽ വെളിച്ചവുമില്ല. ഫോണിൻ്റെ കാലമല്ലല്ലോ. പുഴയുടെ പേടിപ്പിക്കുന്ന ഇരമ്പൽ മാത്രം. റോഡിലൂടെ 4 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു. പാതിരാത്രി വീട്ടിലെത്തിയപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി. അതൊരു സംഭവമായിരുന്നു. ഉരുൾപൊട്ടലും ഭയങ്കരമായ വെള്ളപ്പാച്ചിലുള്ള സമയമായിരുന്നു. ഒരു വീടിൻ്റെ അകത്തുണ്ടായിരുന്നവർ മുഴുവൻ ഒലിച്ചു പോയൊരു സംഭവം ആ സമയത്തായിരുന്നു നടന്നത്. ഇതിങ്ങനെ വീഡിയോയിൽ കണ്ടാലൊന്നും ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവില്ല. സംഗതി ഇത് നേരിട്ട് തന്നെ വന്നപ്പോൾ വെറുതെ അല്ല ഇവരതാ ഇതിനകത്ത് കിടന്ന് ആർമാക്കി. ഇതിനകത്തുനിന്ന് കയറാൻ പറ്റില്ല. മഴക്കാലമായാൽ ഇവിടൊന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല. ഇതൊക്കെ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ കാണാനാണ്? പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകളാണിതൊക്കെ. ഓരോ ഉരുൾപൊട്ടലുകളിലും ഇതുപോലെ ഇതിനകത്ത് മുകളിലൂടെയൊക്കെ പാറകൾ ഒഴുകി നടന്നായിരിക്കണം ഈ അവസ്ഥയിലൊക്കെ ആയിട്ടുള്ളത്. നമ്മൾ തൂക്കുപാലത്തിൽ കയറി. പാലത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ ഇത്. തൂക്കുപാലം വമ്പൻ സെറ്റപ്പാട്ടോ. അത് കിടന്ന് ആടുന്നു. എല്ലാവരും ആർമാദിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. മല കാണുന്നു. ആടുന്നുണ്ടല്ലോ. പാലം ആടുന്നു നോക്ക്. യെസ്, വടാണ് ഇത്. 2 വടമുണ്ട് ഒരു സൈഡിൽ കൂടി തന്നെ. വമ്പൻ. മഴക്കാലത്തൊന്നും ഈ പാറ കാണില്ലാത്തത്രയും വെള്ളം ഉണ്ടാവും. പുഴയുടെ അടിവശം കാണാം, അത്ര ക്ലീൻ വെള്ളം. പാറയ്ക്കിടയിലുള്ള കുഴികൾ കാണാൻ പ്രത്യേക സൗണ്ട്. അടിപൊളിയാണത്. എന്താ നോക്ക്, ക്ലീൻ. നമ്മുടെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇറങ്ങാൻ പാടില്ലാത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ച് ആർമാദിക്കാം. അരിപ്പാറ ചെറുകിട വൈദ്യുത പദ്ധതി. വടത്തിൻ്റെ വണ്ണം നോക്ക്. കൊക്ക് മീനെ തെരഞ്ഞിരിക്കുന്നതായിരിക്കും.
ഇത്ര കാലം കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടത്തിനേക്കാളും ഏറ്റവും ടോപ്പ് ഇതാണ്. കാണാനുള്ളതിൻ്റെ അവസ്ഥയെ മാത്രമേ ചിന്തിക്കേണ്ടുള്ളൂ. ഇരുന്ന് ഫോട്ടോ എടുക്കുക. മോളിലുള്ള ഓരോ കുഴിയും വലിയ വലിയ കട്ടിങ്ങളിൽ ഒക്കെ വെള്ളമാണ്.